ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നസീഫ് കലിയത്ത് എഴുതിയ ഖദീജ എന്ന നോവലാണ്. 126 പേജുകളിലായി 14 അധ്യായങ്ങളിലായി നീണ്ടുകിടക്കുന്ന ഒരു നോവലാണിത്. വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒഴുക്കുള്ള ഒരു വായന സുഖം നൽകുന്ന ഒരു പുസ്തകമാണിത്. ഇതിലെ കഥ നാട്ടുംപുറത്തിൻ്റെ സ്നേഹവും നാട്ടുംപുറത്തിൻ്റെ ഒരു മലബാർ ഏരിയയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഏരിയയിലൊക്കെ 90കളിൽ നടന്ന, അല്ലെങ്കിൽ 80കളിൽ 70കളിൽ ആ കാലഘട്ടത്തിൽ നടന്ന സ്വാഭാവികമായ ജീവിത പ്രക്രിയയാണ്, ജീവിത രീതിയാണ്. അവരുടെ സ്നേഹവും പ്രണയവും കച്ചവടവും വഞ്ചനയും ചതിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ഒരു നോവൽ. വലിയൊരു ഹൈപ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹൈപ്പിൽ കണ്ട അത്രക്ക് ഇല്ലെങ്കിലും, എന്നാലും നാട്ടുംപുറത്തിൻ്റെ സ്നേഹം വാരിക്കോരി ഇതിൻ്റെ ഓരോ വരികളിലും എഴുതിയിട്ടുണ്ട്. ഖദീജയും അബൂക്കയും തമ്മിലുള്ള മനോഹരമായ ഒരു ദാമ്പത്യത്തിൻ്റെ കഥയാണിത്. ആ കഥയിൽ അബൂക്കയ്ക്കുണ്ടായിരുന്ന വൺ സൈഡ് പ്രണയത്തിൻ്റെ കഥയും, ആ സ്വന്തം ഭർത്താവിൻ്റെ പറയപ്പെടാത്ത കാമുകിയെ സുഹൃത്തായി കണ്ട ഖദീജയുടെ ആ തന്മയത്വവും നിഷ്കളങ്കതയും എല്ലാം മനോഹരമായിട്ട് ഇതിൽ വരച്ചു എങ്ങനെയായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്നുള്ളത് ഹസൻകുട്ടിയിലൂടെയും ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവസാനം സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഇടറിപ്പോകുന്ന ഒരു അവസ്ഥയും ഈ നോവലിലുണ്ട്. അതായത് ഫ്ലാഗ് വന്ന് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലാഗ് വന്ന് ഒരു കുടുംബത്തെ ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് തോണിയിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതും, അടുത്ത ദിവസം പ്രഭാതമാവുന്ന സമയത്ത് ആ തോണി ശൂന്യമായി കണ്ടതും, അങ്ങനെ വന്ന് തുടർന്ന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഖദീജക്ക് പ്ലേഗ് ബാധിക്കുന്നതും അല്ലെങ്കിൽ വസൂരി ബാധിക്കുന്നതും, അതിലൂടെ ഖദീജ മരണപ്പെടുന്നതൊക്കെയാണ് ഈ കഥ. ഇതിലൊരുപാട് ഒരു നാട്ടുംപുറത്ത് കുടുംബജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും വളരെ സരസമായി നൈർമല്യത്തോടു കൂടി നസീഫ് കലിയത്ത് ഇതിൽ വരച്ചു വെക്കുന്നുണ്ട്. ഇതിലോരോ വരിയും നാട്ടുംപുറത്തിൻ്റെ സ്നേഹമാണ്. ഓരോ വരികൾക്കിടയിലൂടെയും നമ്മൾ അങ്ങനെ ആലോചിച്ചു പോവുകയാണെങ്കിൽ ഒരു നാട്ടുംപുറത്തിൻ്റെ കുടുംബാന്തരീക്ഷം എങ്ങനെയാണെന്ന് വളരെ മനോഹരമായിട്ട് ഇതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പുതിയ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വായനയ്ക്ക് സുഖം നൽകുന്ന നല്ല ഒരു ഒഴുക്കുള്ള ഒരു വായനയാണ്. നമ്മളെ നാട്ടുംപുറത്തിൻ്റെ ചരിത്രവും എല്ലാം മനസ്സിലാക്കാൻ, നാട്ടുംപുറം ജീവിതങ്ങൾ മനസ്സിലാക്കാൻ ഈ നോവൽ വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് പ്രത്യാശിക്കുന്നു.